ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ബിഗിനേഴ്സിന് ഹാൻഡിൽ ബാലൻസ് സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ലഭിക്കാറില്ല. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിസാര സമയം കൊണ്ട് തന്നെ ഹാൻഡിൽ ബാലൻസ് നേടിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ടൊന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ പ്രധാനമായിട്ട് ഇതിനു വേണ്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കുന്നത് മുതൽ നമ്മൾ ഹാൻഡിൽ കൈകൾ വെക്കുന്ന രീതി പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ പ്രോപ്പറായിട്ട് കയറിയിരിക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് ഞാൻ കൈ നിവർത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് കൈ അത്യാവശ്യം നിവർത്തി പിടിക്കാവുന്ന പരുവത്തിലാണ് ഞാൻ ഈ ഹാൻഡിലിൽ കൈ വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കിക്കുക, അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് പെയിൻ വരില്ല, ഇവിടെയും പെയിൻ വരത്തില്ല. പ്രോപ്പറായിട്ട് അത് ഈ രീതിയിൽ വേണം നമ്മൾ സീറ്റിലിരിക്കാനായിട്ട്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഹാൻഡിൽ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇടത്തെ കൈ ഹാൻഡിൽ പിടിക്കുന്ന വിധം മനസ്സിലാക്കണം. നിങ്ങൾ നോക്കി, ഇടത്തെ കൈ ഇത് ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഹാൻഡിലിൽ പിടിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ ബാക്കിലെ ബ്രേക്കാണ് ഈ വരുന്നത്. ബാക്കിലെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നെങ്കിൽ നമുക്ക് 3 വിരൽ ബ്രേക്കിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4 വിരൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 വിരൽ യൂസ് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 വിരൽ ബ്രേക്കിന് വേണ്ടി നിങ്ങൾ ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ആക്സിലറേറ്ററും അതോടൊപ്പം തന്നെ ഫ്രണ്ട് ബ്രേക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആക്സിലറേറ്ററും ഫ്രണ്ട് ബ്രേക്കും നമുക്ക് വാഹനം റൈഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ കൈ പിടിച്ചതിന് ശേഷം നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്രേക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. നിങ്ങൾ നോക്കി, ഇത്തരത്തിൽ വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഈ ഹാൻഡിലേക്ക് ഒരുപാട് ബലം കൊടുക്കാനും ഒത്തിരി മുന്നിലേക്ക് വരാനും പാടില്ല. ഇതിനെ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാനതിനൊരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. വണ്ടിയുടെ എൻജിൻ ഓൺ ചെയ്യുന്നു, ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണേ. ഇതേ ബാക്കിലെ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് വാഹനത്തിൻ്റെ സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ. ജസ്റ്റ് അത് പ്രസ് ചെയ്യുന്നു, നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഒറ്റയടിക്ക് വാഹനം എടുത്തു പോകുക എന്നുള്ളതല്ല. ജസ്റ്റ് ബാക്കിൽ ബ്രേക്ക് ഒന്ന് അയക്കുക. പക്ഷേങ്കിൽ 3 വിരലുകൾ നമുക്കിത് ഈ ബ്രേക്ക് പെഡലിൽ ഉണ്ടായിരിക്കണം, അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന ഈ ഒരു ഭാഗത്തുണ്ടായിരിക്കണം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ആക്സിലറേഷൻ പതുക്കെ ഒന്ന് കൊടുത്തുകൊണ്ട് ഇതേ 2 കാലും ഇത്തരത്തിൽ ഫ്ലോറിൽ വെച്ചുകൊണ്ട് വാഹനത്തെ ഇതേ പതിയെ മുന്നോട്ട് നീക്കുക. ഒറ്റ കൈ കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകും. അപ്പോൾ എന്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ കൊടുക്കാനായിട്ട് നിങ്ങൾ പാടില്ല. ലൈറ്റായിട്ട്, അതായത് ഇതുപോലെ പതിയെ ആക്സിലറേഷൻ കൊടുക്കുകയും ഇതേ കാല് വെച്ച് ഇങ്ങനെ തുഴഞ്ഞ് അതായത് 2 കാലും ഇത്തരത്തിൽ ഫ്ലോറിൽ റോഡിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വണ്ടിയെ പതുക്കെ മുന്നോട്ടെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ആക്സിലറേഷൻ കുറച്ചിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് വണ്ടിയെ നിർത്തണം. മനസ്സിലായി? ഇതിങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുക. ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മുന്നോട്ടെടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ഹാൻഡിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബലത്തിലൊന്നും പിടിച്ചിട്ടില്ല. അതേ വണ്ടി ഇങ്ങനെ നീങ്ങി, ഇനി വണ്ടി നിർത്താനായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. കണ്ടോ? ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പതിയെ ആക്സിലറേഷൻ കൊടുക്കുക, 2 കാലും ഇത്തരത്തിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ദൂരം ഇത് ഇങ്ങനെ ഓടിക്കുക. ഇങ്ങനെ ഓടിക്കുന്ന സമയത്തും നമ്മൾ ഹാൻഡിലേക്ക് ഒരുപാട് ബലം കൊടുക്കാൻ പാടില്ല. ഇതുപോലെ കണ്ടോ? ഇത് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്കൊരു സൈക്കിൾ ബാലൻസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂട്ടിയൊക്കെ ഒരു ഗ്രൗണ്ടിൽ ജസ്റ്റ് ഓടിക്കുക, ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ വാഹനം ഒരു ഗ്രൗണ്ടിലിട്ട് തന്നെ ഇതുപോലെ നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഹാൻഡിൽ ബാലൻസ് കിട്ടാനായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്, പതിയെ എടുത്ത് ഫ്ലോറിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഹാൻഡിലിനെ ജസ്റ്റ് ഫ്രീ ആക്കി വിടണം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ടാണ് ഈ ഹാൻഡിലിനെ ബാലൻസ് ചെയ്യുന്നത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹാൻഡിൽ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം പ്രോപ്പറായിട്ട് ഈ ഇരിക്കുന്ന സീറ്റിലിരിക്കണം പ്രോപ്പറായിട്ട്. എന്നിട്ട് നമ്മൾ ശരീരത്തെ പ്രോപ്പറായിട്ട് അവിടെ ഇരുത്തുകയും നമ്മുടെ കൈകൾ ഫ്രീ ആക്കി വെച്ച് നമ്മൾ ഈ ഹാൻഡിലിനെ ഒപ്പം ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം മൊത്തം ഹാൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നവരുടെ എല്ലാം പ്രശ്നം അതാണ്.
നിങ്ങളുള്ള ബലം മൊത്തം ഹാൻഡിലേക്ക് കൊടുക്കും. നമ്മുടെ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയി മറിയുന്ന ഒരു സാഹചര്യം വരും. ജസ്റ്റ് ഫ്രീ ആക്കി അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കയറ്റം കയറി വരികയാണ്, ലൈറ്റ് ആക്സിലറേഷൻ കൊടുക്കണം. ഒരു കാരണവശാലും കൂടുതൽ കൊടുക്കരുത്. കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഹാൻഡിൽ ബാലൻസ് കിട്ടത്തില്ല. എന്നിട്ട് ഒരു നിരപ്പായിട്ടുള്ള റോഡൊക്കെ വരുമ്പോൾ പതിയെ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ദൂരം വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പതുക്കെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കണം. മനസ്സിലായോ? ഈ സമയത്ത് ഹാൻഡിലിനെ ഫ്രീ ആക്കി വെച്ചിട്ട് ബാലൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ഞാൻ വീണ്ടും ആക്സിലറേഷൻ അയച്ചു കൊടുത്തു. എന്നിട്ട് നിങ്ങൾ നോക്കുക, വീണ്ടും ഞാൻ അതേ ആക്സിലറേഷൻ കൊടുക്കുന്നു, വീണ്ടും അയച്ചു കൊടുക്കുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വളവൊക്കെ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ പതിയെ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് പതിയെ കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്ന് അയക്കുക, വീണ്ടും ഒന്ന് പതിയെ കൊടുക്കുക. പരമാവധി നമ്മുടെ നോട്ടം റോഡിലായിരിക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഹാൻഡിൽ ബാലൻസിൻ്റെ ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഹാൻഡിലിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില റൈഡേഴ്സൊക്കെ കൈ വിട്ടൊക്കെ റൈഡ് ചെയ്യുന്നത്? അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. കൈ വിട്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യുകയും ഹാൻഡിൽ പ്രോപ്പറായിട്ട് അവിടെ നിന്നോളൂ. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ഹാൻഡിലിൽ നിന്ന് കൈ ഒന്ന് അയച്ചാൽ പോലും എൻ്റെ വണ്ടി പോകുന്നുണ്ട്. അതെൻ്റെ ശരീരത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബാലൻസ് കൊണ്ടാണ് വാഹനം റൈഡായി പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ കൈ ജസ്റ്റ് ഒന്ന് അയച്ചു പിടിക്കുകയാണ്. എന്ന് വെച്ച് പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ നോക്കി, ഈ 2 വിരൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ശരീരത്തെ ബാലൻസ് ചെയ്യുകയും ഹാൻഡിലിൽ ഇതുകൊണ്ട് ജസ്റ്റ് ഒരു ഇതുണ്ട്, ഈ ഒരു രീതിയിലാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഹാൻഡിലിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും നിസ്സാര സമയം കൊണ്ട് തന്നെ ഒരു വാഹനം റൈഡ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ബാലൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. ഒരു 3-4 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്രൗണ്ടിൽ ആദ്യം പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം പതിയെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയ റോഡുകളിലേക്ക് കയറുക. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ഓടിച്ച് തുടങ്ങാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയാൽ റോഡിലേക്ക് ഇറങ്ങുക. എന്നിട്ട് പരമാവധി നിങ്ങൾക്ക് ലേണേഴ്സ് വേണം. ലേണേഴ്സ് എഴുതി ലൈസൻസ് കിട്ടിയ ലേണേഴ്സ് എഴുതിയതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ടും റൈഡ് ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തിയേ ഇത് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. ഇത്തിരി ബാലൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കണം. അതായത് ഒരു കൈ ജസ്റ്റ് ഒന്ന് അയച്ചു പിടിച്ചിട്ട് നമ്മളുടെ വലത്തെ കൈ കൊണ്ട് ഹാൻഡിലിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളിങ്ങനെ ചെയ്യണം. അത് കുറച്ചും കൂടെ ഒരു ഐഡിയ ആയി കഴിയുമ്പോൾ ചെയ്യണം. അങ്ങനെ നമുക്കിതിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയും. എന്നിട്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം റൈഡ് ചെയ്യുക. ഇതുപോലെ ഒരു ഇറക്കമൊക്കെ നമ്മൾ റൈഡ് ചെയ്ത് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കൈവിരലുകൾ, അതായത് ഇടത്തെ സൈഡിലെ നമ്മളുടെ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ കൈവിരലുകൾ ജസ്റ്റ് വെച്ചിട്ട് പതിയെ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രം ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാനൊരു ഇറക്കം ഇറങ്ങി വരികയാണ്, സപ്പോർട്ടിന് ഞാൻ ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഇങ്ങനെ പിടിക്കുന്നു. സ്പീഡ് കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പതിയെ ഫ്രണ്ട് ബ്രേക്കും കൂടെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ബാക്കിലെ ബ്രേക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത്, എന്നിട്ട് ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്യുക. എന്നിട്ടും ഇവിടെ നമ്മൾ ഹാൻഡിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബലം ഹാൻഡിലേക്ക് കൊടുക്കാതെ ഇതുപോലെ ഫ്രീ ആക്കി വിടുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ ഹാൻഡിലിൽ നിന്ന് കൈ എടുത്താൽ തന്നെ ഇതുണ്ടോ, ഈ വാഹനം കുറച്ച് ദൂരം നമ്മളുടെ ഇരിപ്പ് അനുസരിച്ച് ബാലൻസിങ്ങിൽ പോകും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരുപാട് ബലം കൊടുത്തല്ല പിടിക്കേണ്ടത്. നമ്മൾ ഒരുപാട് ബലം കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ടെൻഷനും കൂടെ കൊണ്ട് ഈ ഹാൻഡിൽ ബാലൻസ് നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയും നമ്മുടെ വണ്ടി മറിയാനായിട്ടുള്ള സാധ്യതയും നമ്മൾ വാഹനം റൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ വാഹനത്തെ ബാലൻസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഹാൻഡിൽ ബാലൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.